ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി അങ്ങനെ നമ്മൾ രാവിലത്തെ ചായക്കുള്ള വെള്ളം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കടി ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ, റവ ഉപ്പുമാവാണ്. അപ്പോൾ അതിന് ചട്ടി കടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കിയെടുത്ത് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിലും ചായ തിളക്കുന്നുണ്ടോ എന്ന് തുറന്ന് നോക്കിയതാ കേട്ടോ. അങ്ങനെ അത് ആ കടുകൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചായക്ക് വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൊടി ഇട്ടെടുത്ത് അടച്ച് വെച്ച് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇത് നമ്മളെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റവ കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ റവ ഉപ്പുമാവിടെ റെഡിയായി. നമ്മൾ ചായയുടെയൊക്കെ കഴിഞ്ഞിപ്പം ഗോപിമോൾ മദ്രസക്കൊക്കെ പോയി. അതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം വിറകടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ തീ പിടിപ്പിക്കാൻ ഗ്യാസുമ്മന്നാണ് കേട്ടോ തീ പിടിപ്പിക്കുന്നത്. അങ്ങനെ വിറകൊക്കെ ഞാൻ പുറത്ത് പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ തീയൊക്കെ ഇവിടെ ഉഷാറായിട്ട് കത്തി കിട്ടിയിരുന്നു കേട്ടോ. ഇനി വെള്ളം അവിടെ തിളക്കട്ടെ. അപ്പോൾ അതാ ചോറ് വെക്കണതിൻ്റെ മുന്നേ ഞാൻ അമരപ്പയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കേക്കിയാണ്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക. ഞാനിതാ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കാണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അത് അരിഞ്ഞ് വെച്ച അമരം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് ഇത് നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകിയെടുത്ത അരിയും കൂടെ അത് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അരി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ റിജിമോന് ഇപ്പം ഇന്ന് സ്കൂൾക്ക് അമരപ്പേരി വേണ്ടായിരുന്നു കേട്ടോ. അവന് മുട്ട വേണമെന്നാണ്. അപ്പോൾ ഒരു മുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. ഓന് എന്താ LKG ആയതുകൊണ്ട് തന്നെ 3:30 വരെ ഉണ്ട് കേട്ടോ. എക്സാം കഴിഞ്ഞാലും 3:30 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഓന് മുട്ട പൊരിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അത് ഓൻ്റെ ഉള്ള എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട പൊരിച്ച് കൊടുത്ത് വെള്ളമൊക്കെ ആക്കി പാത്രം സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും കേട്ടോ. പിന്നെ സ്നാക്സും ബോക്സും അതോടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് കിട്ടിയത് മീൻ ഇന്ന് പച്ചമാന്തളാണ് കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് അയിലയും മത്തിയും ഒക്കെ തന്നെയായിരുന്നു. അപ്പം ഇന്ന് മാന്തൾ കണ്ടപ്പോൾ അതൊന്ന് വാങ്ങാൻ പൂതിയായി. അപ്പം അങ്ങനെ അതൊന്ന് വാങ്ങിയതാണ്. അങ്ങനെ അത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സോബി ഇവിടെ മദ്രസട്ടൊക്കെ വന്നിട്ട് യൂണിഫോമൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് അവൾ റവ്മാവും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇന്ന് സോബിക്ക് 2 പരീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കൊന്ന് ചോറ് വേണം. അപ്പോൾ അങ്ങനെ ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഊറ്റാൻ വേണ്ടി നിന്നു. അങ്ങനെ ചോറൊക്കെ മുഴുവനാക്കി ഊറ്റി ഇപ്പോൾ ഓക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കി കൊടുത്തപ്പോൾ അവൾ സ്കൂൾക്ക് പോവുകയാണ്. അവൾ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ റിജിമോൻ്റെ വണ്ടിയും കൂടിയും വരും കേട്ടോ. അങ്ങനെ അവൾ പോയതിന് ശേഷം ഞാൻ അടുക്കളയിൽ വന്ന് മീനൊക്കെ കഴുകി മസാലയൊക്കെ തേച്ചതാണ്. അതങ്ങനെ ഫ്രിഡ്ജിക്ക് വെക്കും. അപ്പോഴൊക്കെ നമ്മൾ റിജുവിനെ പുറപ്പെടുത്തിച്ചിട്ട് ഓന് വണ്ടി ഇവിടെ കാത്തുക്കാണ് കേട്ടോ. ഇനി കുറച്ച് നേരം ഇവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
അപ്പോഴേക്ക് ഇതാ അവൻ്റെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാക്കിലാണെന്ന് പറഞ്ഞ വണ്ടി കാക്കാൻ്റെ അടുത്ത് ബാഗൊക്കെ മുന്നിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ കയറിയിരിക്കാണ് കേട്ടോ. അപ്പോൾ കാക്ക ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, എന്തിനാ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോരെ, എവിടെ ഇരുന്നോ, ഇവിടെ അല്ല എൻ്റെ സീറ്റ് എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് എന്തായാലും ബാക്കിൽ തന്നെ ഇരിക്കണം. അങ്ങനത്തെ അവന് ബാക്കിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സലാമൊക്കെ പറഞ്ഞ് ടാറ്റൊക്കെ തന്നതാ പോയിട്ടോ. അങ്ങനെ അവൻ്റെ പോക്ക് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കിച്ചണിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ചിരങ്ങ തന്നെ കേട്ടോ. അപ്പോൾ ചിരങ്ങൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചിരങ്ങ ഈ പീലർ കൊണ്ടാണ് കേട്ടോ തൊലിയൊക്കെ കളയൽ. ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ ശീലമായിട്ട് ഇപ്പോൾ എല്ലാം ഞാനിതിങ്ങനെ തന്നെ ഇതാക്കട്ടോ. കത്തി കൊണ്ട് ഇപ്പോൾ ഭയങ്കര ഗതികേടാണ്. അങ്ങനെ തൊലിയൊക്കെ മുഴുവനായിട്ട് കളഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിക്കാണ്ട് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ 2-3 പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ മുളകാണ്, പിന്നെ അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ എണ്ണയൊക്കെ ചൂടാക്കി എടുത്തതാണ്. മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഉച്ചക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ പൊരിക്കുക. ബാക്കിയുള്ളത് വൈകുന്നേരം ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴുള്ളൂ പൊരിച്ചെടുക്കുക. അങ്ങനെ അതാ മീൻ ഒരു ചട്ടി ഇട്ട് കൊടുത്ത് കണ്ട് ഇപ്പോൾ കുറച്ച് പാത്രം കൂടി കഴുകാണ്ടായിന് കേട്ടോ. അതൊക്കെ കഴുകി വെച്ച് അപ്പോൾ ഇതാ നമ്മൾക്ക് ഒരു ഭാഗം വന്ന് ഇനി തിരിച്ചിട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ അത് തിരിച്ചിട്ട് സിമ്മിലാക്കി വെച്ച് കൊടുത്ത് കണ്ട് ഞാൻ അകത്തു കൂടെ ഒക്കെ നടിച്ചൊരിയിരിക്കും. അങ്ങനെ അതൊക്കെ അവിടെ തിരിച്ചിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ അതവിടെ കടന്ന് വേവട്ടെ. അതൊക്കെ സിമ്മിലാക്കി വെച്ച് കൊടുത്താണ് നിൽക്കണേ. അകത്തു കൂടെ ഒക്കെ നടിച്ചൊരിയിരിക്കാൻ. ഇനിയിപ്പോൾ അകത്തു കൂടെ അടിച്ചൊരി കഴിയുമ്പോഴേക്കിന് നമ്മളെ മീനും അവിടെ റെഡിയാകും. പിന്നെ നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ. കറി നാളികേരം അരക്കണില്ല കേട്ടോ, താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പം വല്ലാതെ കച്ചറകളൊന്നും കാണില്ല കേട്ടോ. ഇല്ലെങ്കിൽ മക്കൾ ആകെ കടലാസ് വെട്ടിയിട്ടും പരത്തിയിട്ടും ആകെ ഉണ്ടാകും. ഇന്നിപ്പോൾ വലിയ വൃത്തികേടൊന്നുമില്ല. പിന്നെ അടിച്ചൊരി തുറക്കാൻ നിന്ന വലിയ പിരാന്ത് എന്താ വെച്ചാൽ ഈ കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതാണ്. അത് മരത്തിൻ്റെ ആകൊണ്ട് തന്നെ നല്ല വെയിറ്റാണ്. അങ്ങനെ അത് കൂടെ ഒക്കെ അടിച്ചേരി വന്നപ്പോൾ പിന്നെ നമ്മൾ മീനിടെ റെഡിയായി അത് ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കറി വറവിട്ടെടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനും കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചൂടായ എണ്ണയൊക്കെ നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില തിരഞ്ഞു നോക്കുമ്പോൾ കറിവേപ്പില കഴിഞ്ഞിട്ടാ ഇല്ല. അപ്പോൾ അങ്ങനെ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനത്തെ നമ്മളെ കറിയും അവിടെ വറവിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നാൽ ഉച്ചക്കത്തെ ലഞ്ച് ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ തുടച്ച് തിരുമ്പി കുളിച്ചോട്ടെ. അങ്ങനെ നമ്മൾ തുടക്കലും തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ടോ. പിന്നെ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടേനും അത് എഡിറ്റ് ചെയ്ത് വെച്ച് ഇപ്പോൾ അതാ കുട്ടികൾ സ്കൂട്ട് വരുമ്പോഴേക്കിന് ചായയൊക്കെ ഉണ്ടാക്കിയിരുന്നു. നല്ല പാൽ ചായയാണ്. പിന്നെ ഇന്നിപ്പോൾ കടി കാര്യപ്പെട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ബേക്കറി ഉണ്ട്. അപ്പോൾ അതാ മക്കളൊക്കെ സ്കൂട്ട് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സുകളിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ബേക്കറിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പച്ചി ഓലപ്പം ഇരുന്ന് അവിടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ രാത്രി നമ്മൾ കാര്യപ്പെട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കൊന്നുമില്ല. ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ്. പിന്നെ മീനൊന്ന് പൊരിച്ചെടുക്കും, അത്ര തന്നെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.